ഹലോ, ഇന്നൊരു പോട്ടി ഡ്രൈ ഫ്രൈ ആട്ടോ. കുടലിൻ്റെ ഡ്രൈ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. എന്നെപ്പോലെ കുക്കിംഗ് അറിയാതെ വറുത്തരയ്ക്കാനൊന്നും അറിയില്ലെങ്കിൽ ഇത് ചെയ്താൽ മതി കേട്ടോ. ഹസ്ബൻഡാണ് കുക്ക് ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ ഈ സാധനം കഴിക്കില്ല, എനിക്കിത് ഇഷ്ടമല്ല. അപ്പം പുള്ളിക്കാരനാണ് കുക്ക് ചെയ്യുന്നത്. എണ്ണ ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെന്താണ് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് വേവിച്ച് പോട്ടി മാറ്റി വെച്ചു. ആ പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ചു, കടുകിട്ടു, വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലോട്ട് സവാള ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇനി നമ്മൾ മീറ്റ് മസാല ആട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത്. മീറ്റ് മസാല ഇട്ട് കൊടുത്തു. അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് എല്ലാ മസാലപ്പൊടികളും, വീട്ടിലുള്ള സകല മസാലപ്പൊടികളും നമ്മൾ ഇടുന്നുണ്ട്. ആദ്യം മല്ലിപ്പൊടി ഇട്ടു, ദെൻ ഗരം മസാല ഇട്ടു, എന്നിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. അത് കഴിഞ്ഞ് ഒന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേക്കും മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലോട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച കുടൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ മസാല ടേസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ അകത്തൊട്ട് എരിവുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കുരുമുളക് പൊടി പല സ്റ്റേജസിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വരട്ടുന്ന കൊണ്ടിട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുരുമുളക് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പിട്ടാൽ വേവിച്ചത്, പക്ഷേ മസാലയിൽ ഉപ്പില്ലാത്തതുകൊണ്ട് ഉപ്പ് കുറച്ചും കൂടി ആഡ് ചെയ്തു. ഇതിലോട്ട് മല്ലിയില കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് വറ്റൽമുളകും വീണ്ടും പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. സംഭവം അടിപൊളി ടേസ്റ്റ് ആട്ടോ.